ഹായ്, ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല, ഞാനൊരു കംപ്ലൈൻ്റ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതെൻ്റെ ഫോണാണ് S23. ഒരു 3 വർഷവും 2 മാസമായി ഞാനിത് വാങ്ങിയിട്ട്. ഒരു 5 ദിവസം മുൻപ് ഞാൻ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേന്ന് മുതലാണ് ഈ ലൈൻ കാണാൻ തുടങ്ങിയത്. കാണില്ലേ, ഒരു പിങ്ക് അല്ലെങ്കിൽ ഒരു റോസ് കളറിലൊരു ലൈന് സെൻറ്ററിൽ കൂടെ. ഞാനിത് ആദ്യം കണ്ടപ്പോൾ ഒന്ന് പേടിച്ച് പോയി, ഇതെന്ത് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാനിത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ S23 മാത്രമല്ല, അതിൻ്റെ മുന്നത്തെ 1-2 വേർഷനിൽ ഇതുപോലെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. ചിലർക്കൊക്കെ അവർ റീപ്ലേസ് 3 വർഷത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ അവർ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നുള്ളതും അറിഞ്ഞു. പക്ഷേ എൻ്റേത് 3 വർഷം കഴിഞ്ഞു. പിന്നെ അത് മാത്രമല്ല, അത് എബ്രോഡിൽ നിന്ന് ഹസ്ബൻഡ് കൊണ്ടുവന്ന ഫോണായിരുന്നു. അപ്പോൾ അത് ഞാൻ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു എബ്രോഡിൽ നിന്ന് വാങ്ങിയതായതുകൊണ്ട് 1 വർഷമേ വാറണ്ടി ഉള്ളൂ, അങ്ങനെയൊക്കെയാണ് അവർ പറയണത്. പക്ഷേ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വീണിട്ടോ അങ്ങനെ എന്തെങ്കിലും പറ്റിയതാണെങ്കിൽ നമുക്ക് ഓക്കെ, നമ്മുടെ കയ്യിൽ നിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ടാണല്ലോ എന്ന് വിചാരിക്കാം. ഇത് അവരുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്തതിന് ശേഷം വന്ന ഒരു ലൈനാണിത്. അപ്പോൾ നമ്മുടെ മിസ്റ്റേക്ക് അല്ല, അത് അവരുടെ മിസ്റ്റേക്കാണ്. അപ്പോൾ അങ്ങനെ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം ഈ S23 3 വർഷം മുൻപത്തെ ഈ ഒരു ഫോണിന് എത്രയാണ് റേറ്റ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും വില കൊടുത്ത് വാങ്ങിയൊരു ഫോണ് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരുമ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണത് നന്നാക്കി തരിക എന്നുള്ളത്. കാരണം അവരുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്തപ്പോൾ വന്നൊരു മിസ്റ്റേക്കാണ്, നമ്മുടെ കയ്യിൽ നിന്നുള്ളതല്ല. അപ്പോൾ അത് അവരാണ് ചെയ്തു തരേണ്ടത്. ഞാനിത് കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചപ്പം അവർ പറയണത് 19,800 രൂപ, ഏകദേശം 20,000 രൂപയ്ക്കുള്ളിൽ വരും ഇതിൻ്റെ റീപ്ലേസ് ചെയ്യാനുള്ള എക്സ്പെൻസ്. അത് നമ്മൾ ചെയ്യണം എന്നാണ് പറയണത്. അതിങ്ങനെ നമ്മൾ ചെയ്യും? നമ്മുടെ കംപ്ലൈൻ്റ് അല്ലല്ലോ, അവരുടെ ഒരു സാധനത്തിലുള്ള. അത് യൂട്യൂബിൽ അടിച്ച് നോക്കിയപ്പോൾ കുറേ ഇങ്ങനത്തെ സംഭവങ്ങൾ, കേസസ് ഉണ്ട്. അപ്പോൾ ഇത് അവരുടെ സോഫ്റ്റ്വെയറിൻ്റെ അവരുണ്ടാക്കിയതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ എന്തോ ഒരു മിസ്റ്റേക്കാണ്. നമ്മൾ സാംസങ്, ഇതിപ്പോൾ കുറേ നാളായി, ഇതിന് മുൻപ് എൻ്റെ കയ്യിൽ സാംസങ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ കംപ്ലൈൻറ്റ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ.